അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. കോളാവധി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലവലാതിക്കൊക്കെ മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലി ആയിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കോടോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്നൊരു ഫാമിലി ആണല്ലോ വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? പെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വമല്ല, ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. അല്ല, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓഹോ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. മാഡം, വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? അതെ. ബ്രോക്കർ ചാർജ് ആയിരിക്കും. നോ 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 നോ, ഓൺലി സെയിൽസ് മാർജിൻ അറ്റ് ഓൾ അല്ലേ? എന്ത് മാർജിൻ ആയാലും കൊള്ളാം. ഒരാഴ്ചയ്ക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? നോട്ട് ചെയ്തേക്ക്. ഓക്കെ. കൊളവാക്കരുത്. ഒരൊറ്റ വീക്ക്